ഹായ് ബോയ്സ്. നമ്മൾ ഇന്ത്യൻ ബോഡി ടൈപ്പിന് ഒരു ആവറേജ് എടുക്കുകയാണ്, എല്ലാവർക്കും സ്കിന്നി ഫാറ്റ് ബോഡി ടൈപ്പ്. ഒരു ചെറിയൊരു എക്സെപ്ഷൻ ആളുകൾക്ക് ഒരു നല്ലൊരു ഫിസിക്ക് ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഇത്രയും വലിയ പോപ്പുലേഷൻ കിടക്കുന്ന ആവറേജ് ആളുകൾ അങ്ങനെ തന്നെയാണ്, അത് നമ്മൾ മനസ്സിലാക്കും. അപ്പം ആസ് ബൈ ഡെഫിനിഷൻ ആ വേർഡിൽ തന്നെ ഉണ്ട് സ്കിന്നി ഫാറ്റ്. മെലിഞ്ഞിരിക്കും പക്ഷെ വണ്ണവും, നെഞ്ചിന്റെ ഭാഗമൊക്കെ ഒരുമാതിരി മെലിഞ്ഞിരിക്കും, വയറിന്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് ചാടിയിരിക്കും, ഒരു അരിച്ചാക്കിന്റെ ചെറിയൊരു രൂപത്തിൽ. നോ ഓഫൻസ്, പക്ഷെ ഒരു അരിച്ചാക്കിന്റെ രൂപത്തിൽ തന്നെയാണ് അതിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ശരീരം, നമ്മുടെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു പ്രതിവിധി നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇങ്ങനെ സ്കിന്നി ഫാറ്റ് ആയിട്ട് ഇരിക്കുന്നതിനുള്ള പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളൊരു ബിഗിനർ ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ബോഡിയിൽ നമ്മുടെ മസിൽ കാണാത്തത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റിന്റെ അതിപ്രസരമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സ്കിന്നി ഫാറ്റ് എന്ന് മനസ്സിലായി, ഇതിന് എന്താണ് ഒരു പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും? ആദ്യത്തെ പരിഹാരം, നിങ്ങൾ കട്ട് ചെയ്യണം. നിങ്ങൾ കാലറിക് ഡെഫിസിറ്റിൽ വരണം. ചേട്ടാ, ഒന്നാമതേ ഞാൻ ഉണങ്ങിയിരിക്കുന്നതിന് അതിന്റെ ഇടയിൽ കൂടെ കട്ടും കൂടെ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഉണങ്ങി കമ്പ് പോലെ ആവില്ല. അങ്ങനെ ചെയ്താലേ പറ്റുള്ളടാ. അതിന് കാര്യമുണ്ട്. ഒന്നാമതേ നിന്റെ ശരീരത്തിൽ മസിൽ എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. മസിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മസിലാണ്. ബോഡിക്കകത്ത് മസിൽ, ഫാറ്റ്, അങ്ങനെ പല 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 കോമ്പോസിഷൻസ് ഉണ്ട്. ഒന്നാമത് നിന്റെ ശരീരത്തിൽ മസിലില്ല. അപ്പൊ അതിന്റെ പുറത്തൂടെ ഓവറായിട്ട് കയറി ഫാറ്റ് വീണ്ടും 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 ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ മസിലിന് ഡെവലപ്പ് ആവാൻ ഇത്രയും സമയം എടുക്കുന്നത് കൊണ്ട് ഈ ഫാറ്റ് ഇങ്ങനെ കയറി 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 വരുമ്പോൾ ഇതങ്ങ് തൂങ്ങും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാലറിക് ഡെഫിസിറ്റ് പിടിക്കണം, ഒരു 500 ഗ്രാം പെർ കിലോട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലീൻ ആവും. ലീൻ ആവുമ്പോൾ നമ്മളെ മസിൽ പുറത്തൂടെ ഷോ ആവും. ഈ ഷോ ചെയ്യണ മസിൽ കുറച്ചുകൂടെ, ആ മസിലിന്റെ പുറത്തൂടെ കുറച്ചുകൂടെ മസിൽ വരുമ്പോൾ പ്രൊജക്ഷൻ ആയി. സംഭവം സിമ്പിൾ. നിങ്ങൾ ഓൾറെഡി ബിഗിനർ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. മസിൽ നിങ്ങളുടെ വരിക്ക് വരണുണ്ട്, അപ്പൊ അതിനുള്ളൊരു സമയം കൊടുക്കുക. ഇപ്പൊ ഇരിക്കുന്ന സ്റ്റേജിനെക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആണ് നമ്മൾ കുറച്ചുകൂടെ ഷ്രെഡ് ആയിട്ട്, കുറച്ചുകൂടെ ലീൻ ആയിട്ടിരിക്കണം. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. മറ്റത് ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് ഈ ശരീരം ഇങ്ങനെ തന്നെ ഇരിക്കണല്ല, ഒരു വ്യത്യാസവും ഇല്ലല്ലേ എന്നുള്ള ഒരു തോന്നൽ അങ്ങ് മാറി. നമ്മൾ ആ ഡീമോട്ടിവേഷൻ അങ്ങ് മാറി. നമ്മൾ കുറച്ചുകൂടെ വയറൊക്കെ ഒന്ന് തെളിഞ്ഞ് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആസെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു തോന്നലെങ്കിലും ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ സീറോ ആയി. അവിടെ നിന്ന് വേണം പിന്നെ മുന്നോട്ട് പോകാം. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയൊരു രീതിയിൽ കാലറിക്ക് ഡെഫിസിറ്റ് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കാലറിക്ക് ഡെഫിസിറ്റ് കൂടുതലായിട്ടൊന്നും തലയിൽ ആലോചിച്ച് പുണ്ണാക്കണ്ട. ഒരു 5 ദോശ തിന്നണമെന്നുണ്ടെങ്കിൽ ഒരു ദോശ അങ്ങ് മാറ്റി, കാലറിക്ക് ഡെഫിസിറ്റ് ആയി. 5 തവി ചോറുണ്ടെങ്കിൽ ഒരു 4 തവി ചോറും കാലറിക്ക് ഡെഫിസിറ്റ് ആയി. കൂടുതൽ കാലറിക്ക് ഡെഫിസിറ്റ് ആയാൽ നമ്മൾ കൂടുതൽ വിശക്കും, കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാവും, കൂടുതൽ വാരി വലിച്ച് തിന്നാൻ നോക്കും. അതൊക്കെ പിടിക്കുക. ഡയറ്റ് ആയാലും വെയിറ്റ് ആയാലും ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് കാലറി ഡെഫിസിറ്റ് പിടിക്കണം. ലൈറ്റ് ആയിട്ട് ഒന്ന് പ്രോട്ടീൻ ഒന്ന് അപ്പ് ചെയ്യണം. പ്രോട്ടീൻ നമുക്ക് പറ്റാവുന്ന രീതിയിൽ, നമുക്ക് പൈസ ഇറക്കാവുന്ന രീതിയിൽ ലൈറ്റ് ആയിട്ട് ഒന്ന് പ്രോട്ടീൻ അപ്പ് ചെയ്യണം. വെയിറ്റ് ട്രെയിനിങ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. പ്രോഗ്രസീവ് ഓവർലോഡ് ഇടാൻ മറന്നു പോകരുത്. കറക്റ്റ് ആയിട്ട് ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു റപ്പെങ്കിൽ ഒരു റപ്പ്, ഒരു 5 എങ്കിൽ 5, ഒരു 2.5 എങ്കിൽ 2, അത് ആഡ് ചെയ്ത് പതുക്കെ പതുക്കെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്താൽ മതി, ബോഡി സെറ്റ് ആയി പോകും. ഇത്രയൊക്കെ ചെയ്തിട്ടും ബോഡി ഫാറ്റിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല, നമ്മൾ ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടും കാണുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു കാർഡിയോ ഇൻക്ലൂഡ് ചെയ്യും. കാർഡിയോ എന്ന് പറയുന്നത് ആപ്സ് ചെയ്യണത് മാത്രമല്ല, ജിമ്മിൽ നിന്ന് ചെയ്യണ കാർഡിയോ. അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ എല്ലാവരിലും ഉണ്ട്. കാർഡിയോ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സ്കിപ്പിംഗ് ചെയ്യാം, സ്റ്റെപ്പ് ചെയ്യാം, ജമ്പിംഗ് ജാക്സ് ചെയ്യാം, ബർപ്പി ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം, സ്പ്രിന്റ് ചെയ്യാം, ഹില്ല് ചെയ്യാം, ലോങ് ഡിസ്റ്റൻസ് ചെയ്യാം, ഇഷ്ടംപോലെ സാധനങ്ങൾ. ഇതൊക്കെയാണ് കാർഡിയോ. കുറച്ചുകൂടെ കാർഡിയോ വാസ്കുലർ ആയിട്ടുള്ള എക്സസൈസ്. നമ്മുടെ ഹൃദയം കുറച്ചുകൂടെ ഇടിപ്പ് കൂട്ടണം. കാർഡിയോ വാസ്കുലർ, നമ്മളെ ബ്ലഡ് എല്ലായിടത്തും പമ്പ് ചെയ്തെത്തിക്കണം. ഇതാണ് ഉദ്ദേശം. ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞതിനൊരു കാര്യമുണ്ട്. ഫാറ്റ് ലോസ് മസിൽ ഗെയിനിനെക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ്. ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പാടാണ്, പക്ഷെ അത് നശിപ്പിച്ച് കളയാൻ വലിയ പണിയൊന്നുമില്ല. ഫാറ്റ് ലോസ് ഈസ് ഈസി. ഫാറ്റ് ലോസ് ഈസി അല്ല, ഇത്ര ചെയ്തിട്ട് വെയിറ്റ് കുറയില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ട്രെയിൻ ചെയ്യില്ല. യു ആർ നോട്ട് ട്രെയിനിങ് ഹാർഡ് എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ചിലപ്പോൾ അവർക്ക് അറിഞ്ഞിടാത്തത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ആവശ്യത്തിനുള്ള രീതിയിൽ ഡയറ്റ് എടുക്കില്ല, കറക്റ്റ് ട്രെയിൻ ചെയ്യില്ല. ഫാറ്റ് ലോസ് ഈസ് ഈസി കമ്പയർ ടു മസിൽ ഗെയിനിങ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സൈസ് വയ്ക്കുന്ന, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്, അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്. പിന്നെ ഈ ജിമ്മിൽ മാത്രം പോകുന്ന കുറച്ച് ആളുകളുണ്ട്, വേറെ സ്പോർട്സ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാത്ത കുറച്ച് ആളുകളുണ്ട്. അവർ ചെന്നിട്ട് ഡേർട്ടി ബൾക്കിങ് ചെയ്യും. ഡേർട്ടി ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് അടിക്കുക, അതേപോലെ വാരി വലിച്ച് തിന്നും. ഈ കാണുന്ന എല്ലാം ചാപ്പും ചവറും വാരി വലിച്ച് തിന്നും. അങ്ങനെ ചെയ്യണത് റോങ് ആണ്. നമ്മൾ ജിമ്മ് മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് റോങ് ആണ്. എന്തെങ്കിലും സ്പോർട്സ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ആ എനർജിയിൽ അതങ്ങ് പിടിച്ചു പൊക്കോളാം. അവർ കൂടുതൽ കാർഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കാർഡിയോ ചെയ്യില്ല. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഈ മസിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് ഓവറായിട്ട് ബോഡിയിൽ ഫാറ്റ് ആയിട്ട് വന്ന് കയറാം, വീണ്ടും സ്കിന്നി ഫാറ്റ് ആയി ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ഈ ജിമ്മിൽ മാത്രം പോയി വേറെ സ്പോർട്സ് ഒന്നും ചെയ്യാത്തവര് ഡേർട്ടി ബൾക്കിംഗ് ചെയ്യാതിരിക്കുക. കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിലെ ആഹാരം തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. വാരി വലിച്ച് തിന്നരുത്. കുറച്ചുകൂടെ ഒരു കാലറിക്ക് ഡെഫിസിറ്റ് എടുത്ത് ആഹാരം കഴിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ടെമ്പററി ഫേസ് മാത്രമാണ്. എല്ലാവരും ഇതിലൂടെ കടന്നു പോകുന്നതാണ്. നിങ്ങളുടെ ഐഡിയൽ ആയിട്ടുള്ള സീവമെങ്കിൽ സീവം, ബ്രാഡ് പിറ്റ് എങ്കിൽ ബ്രാഡ് പിറ്റ്, സൽമാൻ ഖാൻ എങ്കിൽ സൽമാൻ, ഷാരൂഖ് ഖാൻ എങ്കിൽ ഷാരൂഖ് ഖാൻ, അങ്ങനെ ഓരോരുത്തരുടെയും ഒരു ഋത്തിക് റോഷൻ എങ്കിൽ ഋത്തിക് റോഷൻ, അങ്ങനെ ഓരോരുത്തരുടെയും ഗോളായിട്ടുള്ളൊരു ഫിസിക്കിൽ എത്താനായിട്ടുള്ളൊരു ചവിട്ടുപടിയാണ് ഇത്. എല്ലാവരും ഒരു സ്റ്റേജിൽ, ഈ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകണമെന്ന് മനസ്സിലാക്കുക. ചെറിയ 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 തെറ്റുകളായിരിക്കും നമുക്ക് ഇതിൽ നിന്നുള്ള നല്ലൊരു ഐഡിയൽ ബോഡിയിൽ എത്താനായിട്ട് തടസ്സം നിൽക്കും. അതൊന്ന് മാറ്റി പിടിച്ചാൽ നമുക്ക്
റിസൾട്ട്സ് പെട്ടെന്ന് കിട്ടും. പിന്നെ ജനറലി ബൾക്ക് ചെയ്യണവരെ ബൾക്ക് ചെയ്യാം, ഞാൻ ഒന്നും പറയണില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. പക്ഷെ ഈ പ്രോസസ്സാണ് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഫാസ്റ്റർ റിസൾട്ട്സ് ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നില്ല. കാര്യം പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കണം, പെട്ടെന്ന് സൈസ് വെക്കണം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ മസിൽ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഈ ഒരു സെറ്റ് ബാക്ക് ഒരു കംബാക്കിനുള്ള ഒരു മുന്നോടിയായിരിക്കും. കാര്യം 2025 വരുമ്പോൾ നമുക്കൊരു പുതിയൊരു സെറ്റപ്പ് ആയിട്ട് ബോഡി എല്ലാവരെയും കൊണ്ട് കാണിക്കണം, നമ്മൾ അടിപൊളിയായിരിക്കണം. ഒന്ന് ബാക്ക് വലിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ ഉള്ളതാണ്. അപ്പം ഈ ഒരു സ്റ്റേജ് എല്ലാവർക്കും കോമൺ ആണെന്ന് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയാ ബോയ്സ്. അപ്പൊ ഈ രീതിയിൽ തന്നെ ഒന്ന് മുന്നോട്ട് പോയി നോക്കുക. അത്ര തന്നെ ബോയ്സ്. ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.